ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാനിൽ വീണ്ടും രക്തച്ചൊരിച്ചിൽ. വടക്കൻ വസീറിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ബന്നു ജില്ലയിലെ മിരിയൻ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ ഒരു കുഞ്ഞടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇസ്ലാമാബാദിൽ 30-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഫിദായിൻ ആക്രമണം നടന്ന ഒരാഴ്ച തികയും മുൻപാണ് പാകിസ്ഥാനെ നടുക്കി വീണ്ടും സ്ഫോടന പരമ്പരയുണ്ടായിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ ഘടിപ്പിച്ച ബോംബാണ് വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. പരിക്കേറ്റ 16ഓളം പേരെ ബന്നു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടനത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ രീതിയിലുള്ള പരിഭ്രാന്തി പടർന്നിരിക്കുകയാണ്. ഭീകരതയെ താലോലിക്കുന്ന പാകിസ്ഥാന്റെ നയം അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് വസീറിസ്ഥാനിൽ കാണുന്നത്. കഴിഞ്ഞയാഴ്ച ഷിയ പള്ളിയിൽ നടന്ന ചാവേർ ആക്രമണത്തിന് പിന്നാലെയാണിതെന്ന് പാകിസ്ഥാന്റെ സുരക്ഷാ വീഴ്ചയാണ് എടുത്തു കാണിക്കുന്നത്. ഭീകരത വളർത്തുന്ന പാക് ഭരണകൂടത്തിനും സൈന്യത്തിനുമെതിരെ വലിയ പ്രതിഷേധമാണ് അതിർത്തി മേഖലകളിൽ ഉയർന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് ലഭിച്ച കനത്ത തിരിച്ചടിയായാണ് സോഷ്യൽ മീഡിയയിൽ പലരും ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം സ്ത്രീകളെ ചാവേർ ആക്രമണകാരികളായി ഉപയോഗിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പാകിസ്ഥാൻ സർക്കാരിനെ യുവതി പരിഹസിക്കുന്നതും വീഡിയോയിലുണ്ട്. പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ നേരിടാൻ ശേഷിയില്ല, അവർക്ക് ഭയമാണ്. ബലൂച്ച് സ്ത്രീകളെ നേരിടുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ഇന്ന് അവർക്കറിയാമെന്നാണ് യുവതി വീഡിയോയിൽ പാകിസ്ഥാനെ പരിഹസിക്കുന്നത്. കയ്യിൽ വലിയ തോക്കുമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ പുരുഷന്മാരോട് സംസാരിക്കുന്ന യുവതിയായാണ് വീഡിയോയിലുള്ളത്. വെള്ളിയാഴ്ച ആരംഭിച്ച് ശനിയാഴ്ചയും തുടർന്ന് പാകിസ്ഥാനിലെ പ്രവിശ്യയിലെ നഗരങ്ങളിലും പട്ടണങ്ങളിലും നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരുന്നു. 17 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 50 പേർ ഇതിൽ കൊല്ലപ്പെട്ടു. ഇതിന് മറുപടിയായി 140 ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അംഗങ്ങളെ പാകിസ്ഥാൻ സുരക്ഷാ സേന 40 മണിക്കൂർ നീണ്ട പോരാട്ടത്തിൽ വധിച്ചതായി ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫറാസ് ബുക്തി ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. നിലവിൽ പാകിസ്ഥാൻ സ്ഥിതിഗതികൾ തകിടം മറിയുകയാണ്. ജനജീവിതവും ഭരണപരാജയവും സംഘർഷങ്ങളും രാജ്യം തകർന്നടിയുന്നതിന്റെ സൂചനകളെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.